ഇതൊരു ശിവപാർവതി ക്ഷേത്രമാണ്. അർദ്ധനാരീശ്വരി ക്ഷേത്രം. ഇവിടെ വെച്ച് കല്യാണം നടക്കുന്ന ദമ്പതികൾക്ക് ദീർഘമാംഗല്യ ഭാഗ്യം ഉണ്ടാവുമെന്നാ പറഞ്ഞു കേൾക്കുന്നത്. ഞാൻ തൊഴുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ കാണുന്നത് അതാണ് ഈശ്വരൻ. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയേ ഉള്ളൂ. ആ ശക്തിയെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ പല പേരുകളിൽ നമ്മളായിട്ടുണ്ടാക്കിയതാണ്. ഈ കാണുന്ന ദൈവങ്ങളുടെ പേരുകളിലെല്ലാം ഡെയ്സിയും ഞാനും ഒക്കെ ആരാധിക്കുന്നത് ആ ഒരേ ഒരു ശക്തിയെ മാത്രമാണ്. ആ ശക്തിയെ സാക്ഷി നിർത്തി ഞാനൊരു മംഗളകാര്യം ചെയ്യാൻ പോവാ. ചെരിപ്പൂരിയാണ്. വാ. പ്രാർത്ഥിക്കും. ശിവ, ഈ ക്ഷേത്ര സന്നിധിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ സാക്ഷിയായി നീ ഇന്നു മുതൽ എന്റെ ഭാര്യയാകാൻ പോവാണ്. അവള് പണി തന്നല്ലേ? എന്താണ് ആന്റണി? മോള് പള്ളക്ക് കത്തിയിട്ടിട്ട് ഇറങ്ങി പോയെന്നാ തോന്നുന്നത്. എങ്കിലൊന്നും നോക്കണ്ടടാ. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്ന മക്കളൊന്നും ഈ ഭൂമിയിൽ ഇനി വേണ്ട. എവിടെയായാലും കണ്ടുപിടിച്ച് തീർക്കണം രണ്ടിനെയും. എന്നാലും അവൾക്ക് ഇങ്ങനെ നമ്മളോട് ചെയ്യാൻ തോന്നിയല്ലോ. എന്തിനാണ് നീ കരയുന്നേ? ഇപ്പോഴേ കരഞ്ഞ് കണ്ണുനീര് തീർത്ത അവളെ പെട്ടിയിലാക്കി കൊണ്ടുവന്ന് കിടത്തുമ്പോ നിനക്ക് കരയാൻ കണ്ണുനീരുണ്ടാവില്ല. ആ, ഇനി അങ്ങനൊരു മോള് എനിക്കും നിനക്കുമില്ല. കിട്ടുന്നില്ലല്ലോ. കിട്ടില്ലടാ. ഇനി അവളെ നമ്മുടെ കൈ കിട്ടാൻ പോകുന്നില്ല. പോയിരിക്കുന്നതേ ആ തലേമ്മേ തലതെറിച്ചവന്റെ മകന്റെ കൂടല്ലേ. ആദ്യം കൊത്തി നുറുക്കേണ്ടത് അവനെ തന്നെ. എന്ത് ചെയ്യണം? അപ്പം പറഞ്ഞാ മതി. മാണിക്കോത്ത് കുടുംബത്തിൽ നിന്നും ഇനിയവൻ ചോറ് തിന്നണ്ട. നമുക്ക് പോലീസിലൊന്ന് അറിയിച്ചാലോ? എന്നിട്ട് എന്തിനാടി? പ്രായപൂർത്തിയായ ചെക്കനെയും പെണ്ണിനെയും പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ നമുക്ക് പുറത്തേക്കിറങ്ങി നടക്കാൻ പറ്റുമോ? ആ ശിവൻ നമ്മുടെ മോടെ കഴുത്തിൽ മിന്നു കെട്ടിയെന്ന് പറയുന്നതിനേക്കാൾ ഭേദം വിഷം കഴിച്ച് നമ്മൾ 3 പേരും ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് എന്റെ കൊച്ചിനെ എങ്ങനെ കിട്ടും? നിങ്ങൾ എന്താ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്യ്. ഇല്ലെങ്കിൽ അവൻ നമ്മുടെ മോളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകും. ഇല്ല, ഇനി അവന് പോകാനുള്ളതേ പരലോകത്തേക്കാ. അതിന്റെ പാസ്പോർട്ട് ഇരിക്കുന്നത് എന്റെ കത്തിമോനയിലും. ഇനിയൊരു സംശയം വേണ്ട. അവളും അവനും മാണിക്കോത്ത് തന്നെ ഉണ്ടാകും. മഹേന്ദ്രന്റെ രക്തമല്ലേ അവൻ, തന്റെ ഇടത്തിന്റെ കൂമ്പ്. ഭീരുവിനെ പോലെ ഒളിച്ചോടാനൊന്നും അവൻ ഒരുമ്പിടില്ല. അപ്പോ വീട്ടിൽ പോയി വിളിച്ചിറക്കി പണി കൊടുക്കേണ്ടി വരുന്ന സാരം. എന്നാ ഇനി ഒട്ടും വൈകിക്കണ്ടടാ. അവിടേക്ക് തന്നെ പോകാം. ആ മഹേന്ദ്രന്റെ മുന്നിലിട്ട് അവന് നമ്മൾ കൊടുക്കുന്ന 8ന്റെ പണി. എവിടേക്കാ? എവിടേക്കാണോ നമ്മുടെ മോളെ കൊണ്ടുപോയിരിക്കുന്നത് അവിടേക്ക് തന്നെ.
നിന്റെ മകൾ അവനെ വിട്ടുവരാൻ തയ്യാറാണെങ്കിൽ ജീവനോടെ നിനക്ക് അവളെ കാണാം. ഇല്ലെങ്കിൽ അവളെ കൊണ്ടുവരുന്നത് പെട്ടിയിലായിരിക്കും. യോഹനാനെ, മക്കളെ വളർത്തുമ്പോഴേ മര്യാദയ്ക്ക് വളർത്തണം. ഇല്ലെങ്കിലേ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഇതുപോലെ വാ വിട്ട് നിലവിളിച്ച് നിൽക്കേണ്ടി വരും. നീ വലിയ മിടുക്കനായി കളിക്കല്ലേ? ഈ കളിയൊക്കെ ഞാൻ കുറെ കണ്ടതാ. എടാ, നീ കണ്ടിട്ടുള്ളത് ബാംഗ്ലൂരും മുംബൈയിലും മുടിയും വളർത്തി പുകയും വലിച്ചു കയറ്റിയ യോയോ പിള്ളേരുടെ നിലവാരം കുറഞ്ഞ കളികളാ. ഇത് ഐറ്റം വേറെ അടിയ വിസേ. മലമ്പാമ്പിന്റെ നെയ് പോലെയാ, മുറിച്ചിട്ടാ മുറി കൂടും. നീ ചുമ്മാ സമയം കളയാതെ ഇവരെ വിളിച്ചോണ്ട് പോവാൻ നോക്കടാ. അങ്ങനെ അങ്ങ് പോവാതെ പറഞ്ഞിട്ട് പോടാ. എന്റെ പെണ്ണെവിടെ? ഡെയ്സി, മാറിയിക്കടാ അങ്ങോട്ട്. വീട്ടിൽ കയറി ഒന്ന് ഗുണ്ടായിസം കാണിക്കുന്നു. പേടിച്ചു പോയോ നീ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ നീ. എടാ ഡേവിസേ, നീ ഇങ്ങനെ അവളുടെ പിന്നാലെ വെറുതെ നടക്കണ്ട. നീ പറയുന്നിടത്ത് അവള് നിക്കില്ല.